സംഘി വടുവനായിട്ടുള്ള അഖിൽ മാരണഞ്ചിക്ക് ഒരു കൊട്ടേഷൻ ഒത്തിട്ടുണ്ട്. ഒരുപക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ കടവായിലെ പല്ല് പോകാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ഒന്ന് കേട്ടെ അല്ലെങ്കിൽ കണ്ടേ. ഇയാൾ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ വിഷയം കഴിയുമ്പോഴും അടുത്തടുത്ത പുതിയ വിഷയങ്ങൾ അയാൾക്ക് വേണം. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് തന്നെ അഭിപ്രായം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുൻ ബിഗ് ബോസ് താരം കൂടിയായിട്ടുള്ള ഹനാനാണ്. നേരത്തെ തന്നെ അഖിൽ മാരണത്തിന്റെ പ്രതികരണമനുസരിച്ച് ബിഗ് ബോസിൽ പങ്കെടുത്ത ഞാൻ ഒഴികെ ബാക്കിയുള്ളതെല്ലാം മോശവും പിഴയുമാണ്. ഏറ്റവും മിടുക്കനായിട്ടുള്ളതും ഏറ്റവും സൽസ്വഭാവിയായിട്ടുള്ള ഏക വ്യക്തി ഞാൻ മാത്രം. ബാക്കിയുള്ളതെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തത് മോശമാണ്. സ്ത്രീകളെല്ലാം മറ്റേ കിടന്നു കൊടുക്കുന്ന ടീംസ് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരിക്കലുള്ള പരാമർശം. ആ പരാമർശം തൊട്ടേ പലർക്കും ഈ റെഡിമെയ്ഡ് മിടുക്കൻ്റെ ആ അഴുവൽ നാവിനോട് വല്ലാത്ത നീരസമുണ്ട്. അത് പലരും തുറന്ന് പ്രകടിപ്പിച്ചതാണ്. ഈ നാട്ടിൽ ഞാൻ മാത്രമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ടീംസ് ആരൊക്കെയെന്നൊന്ന് പരിശോധിച്ചാൽ മതി. രാവിലെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഞാനെന്ന നന്മമരം. ബാക്കി ഈ നാട്ടിലുള്ളതെല്ലാം മോശം, നന്മമരമായിട്ടുള്ളത് ഞാനും എൻ്റെ സംഘി ഊളകളും മാത്രമാണ്. അങ്ങനെയുള്ളിടത്താണ് ഹനാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒരു ഓൺലൈൻ ചാനൽ കൊടുത്ത മറുപടിയിലാണ് അഖിൽ മാരാരുടെ ചെപ്പക്കുറ്റി മിക്കവാറും വണ്ട് പറക്കാനുള്ള സാധ്യത ഒരുങ്ങി വരികയാണ്. അത് നിവർത്തികേട് കൊണ്ട് പറയുന്നതാണ്. ആർക്കായിരുന്നാലും ഒരു ആഗ്രഹമൊക്കെ വരും. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുവദിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ തന്നെ ഈ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് ആരെങ്കിലും കൈവച്ച് പേരുദോഷം കേൾക്കാൻ ശ്രമിക്കുമോ? പക്ഷേ ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇനം ചിലർക്ക് വല്ലാത്ത ദോഷമുണ്ടായാൽ കല്ലെടുത്ത് എറിഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെയാണ് ഹനാൻ്റെ അവസ്ഥ. എപ്പോഴാണ് പൊട്ടുക എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. എന്തായാലും കൊട്ടേഷൻ വീണ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് വഴിക്കാണ് ഹനാൻ്റെ വീട്ടിൽ പോയി കാല് പിടിച്ച് മോങ്ങുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാര്യം ഒന്നുകിൽ ഏതെങ്കിലും മൈക്കിൻ്റെ മുന്നിലൂടെ വലിയ ഗീർവാണ ഡയലോഗ് അടിക്കും, എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് മോങ്ങലോട് മോങ്ങൽ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പതിവ് രീതി. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അത് പ്രതികരിക്കാം. ഹനാൻ ഓങ്ങി വച്ചിരിക്കുകയാണ്. കൈവാക്കിനൊന്നും ചെന്ന് വീണു കൊടുക്കല്ലേ, മാരണമേ. എല്ലാവരും ചിലപ്പോൾ പിണറായി വിജയൻ്റെ സ്വഭാവം ആയിരിക്കില്ല. ഷേപ്പ് മാറിയതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഫുൾ ടൈം ഒരു ഹെൽമറ്റൊക്കെ വെച്ച് നടക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇമാതിരിയുള്ള കൊട്ടേഷനുകൾ ബാക്ക് ടു ബാക്ക് വരാനുള്ള അവസരം ഒരുങ്ങുകയാണ്. കാര്യം വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ പല്ലിന് അത് എല്ലാ കാലത്തും വലിയ വെല്ലുവിളിയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ പോകെ നമ്മുടെ അഖിൽ മാരണത്തിൻ്റെ അവസ്ഥ. ഇയാൾ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ വിഷയം കഴിയുമ്പോഴും അടുത്തടുത്ത പുതിയ വിഷയങ്ങൾ അയാൾക്ക് വേണം. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് തന്നെ അഭിപ്രായം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ